കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ടാണ് സ്വതന്ത്രനായി മത്സരിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ആ ജനവിധി നമ്മൾ മാനിക്കണം. അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ വളരെ കളങ്കരഹിതനായി പ്രവർത്തിച്ച നേതാവാണ് ജി സുധാകരൻ. 2 തവണ മന്ത്രിയായിട്ടും പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് പോലുള്ളവ കൈകാര്യം ചെയ്തിട്ടും അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിയാണ്. ജനങ്ങൾക്ക് മാതൃകാപരമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന നേതാവാണ് ജി സുധാകരൻ. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ ജനവിധി മാനിക്കാൻ നമുക്കെല്ലാം കഴിയണം. അതിനോട് അസ്വസ്ഥത കാണിച്ചിട്ട് കാര്യമില്ല. ജി സുധാകരൻ നിഷ്കളങ്കനായ വ്യക്തിയാണ്. മുന്നിൽ ഒന്ന് വെച്ചിട്ട് വേറൊന്ന് പറയുന്ന ആളല്ല. അതുകൊണ്ടാണ് തീർച്ചയായും എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ജി സുധാകരനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന നടപടിയിൽ നിന്നും CPM പിന്തിരിയണം. അത്തരമൊരു നടപടിയെയും പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തനിക്കെതിരെ CPM കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടെന്നായിരുന്നു ജി സുധാകരൻ MLA ആരോപിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് സുധാകരന്റെ വിമർശനം. രമേശ് ചെന്നിത്തലയുടെ പാർട്ടി ആലപ്പുഴയിൽ CPMലെ ചിലരുമായുള്ള കൂട്ടുകച്ചവടം അവസാനിപ്പിക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ നഗരസഭയിലെ LDF കൗൺസിലർമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. നഗരസഭയിൽ തനിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്നറിഞ്ഞിട്ടും പോലീസ് തന്നെ വിവരം അറിയിച്ചില്ലെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തിയിരുന്നു.